ഹായ് കുഞ്ഞുങ്ങളെ, ഞാൻ നിങ്ങളുടെ ശ്യാമ ടീച്ചർ. നമ്മൾ ഇന്ന് 3ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്ററായ ഇഫ് ഐ ന്യൂ എന്ന ഒരു പോയമാണ് എടുക്കുന്നത്. അതിനു മുമ്പായി ടീച്ചറുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് നിങ്ങളുടെ കൊച്ചു കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുക, ലൈക്ക് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ഓണാക്കിയിടാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇത് എഴുതിയിരിക്കുന്നത് മൗഡ് വൈമാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഒന്ന് പാട്ടിലേക്ക് കടക്കാം, പോയത്തിലേക്ക് കടക്കാം. If I knew a box where the smiles are kept, no matter how large the key or strong the bolt, I would try so hard it would open, I know for me. Then over the land and sea broadcast, I heard scatter the smiles to play, that the children's face might hold them fast for many and ഇവിടെ നമ്മുടെ കവിതയിൽ എന്താ പറയുന്നത് വെച്ചാൽ പുഞ്ചിരികൾ എന്ന് വെച്ചാൽ നമ്മൾ സന്തോഷത്തോടു കൂടി ചിരിക്കുന്ന ചെറിയ ചെറിയ പുഞ്ചിരികൾ. അത് നമുക്ക് വളരെ വലിയ ദുഃഖങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് നീക്കാൻ പറ്റും അല്ലേ. ഇവിടെ നമ്മുടെ പോയിട്ട് എഴുതിയ ആൾ പറഞ്ഞിരിക്കുന്നത് പുഞ്ചിരികൾ എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത് എന്നറിഞ്ഞാൽ പലതും ചെയ്യാൻ കഴിയുമെന്നാണ് കേട്ടോ. അല്ലേ, നമുക്ക് വളരെ ദുഃഖങ്ങളുണ്ടെങ്കിലും ഒന്ന് പുഞ്ചിരിച്ച് കാണിച്ചു കഴിഞ്ഞാൽ ഒരുപാട് സങ്കടമുള്ള വ്യക്തിയുടെ മനസ്സിൽ നമുക്ക് കുളിർമയേകാൻ പറ്റും അല്ലേ. അപ്പോൾ ഇവിടെ കവിതയിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? പുഞ്ചിരി സൂക്ഷിക്കുന്ന ഒരു വലിയ പെട്ടി അറിയാമായിരുന്നുവെങ്കിൽ അല്ലേ. ഇഫ് ഐ ന്യൂ എ ബോക്സ് where the smiles are kept, no matter how large the key. ആ വലിയ പെട്ടി എവിടെയായിരുന്നു അറിയാമെങ്കിൽ എത്ര വലിയ താക്കോലായാലും, ഓർ സ്ട്രോങ് ദ ബോൾട്ട് ഐ വുഡ് ട്രൈ സോ ഹാർഡ്. എത്ര വലിയ താക്കോലായാലും ബോൾട്ടായാലും അല്ലേ, താഴായാലും അത് തുറക്കാൻ വേണ്ടി നമ്മുടെ കവി അല്ലെ എഴുത്തുകാരൻ ട്രൈ ചെയ്യുമായിരുന്നു എന്നല്ലേ. വലിയ പുഞ്ചിരി കിട്ടാൻ വേണ്ടി, പുഞ്ചിരി സൂക്ഷിക്കുന്ന വലിയ പെട്ടി കിട്ടാൻ വേണ്ടി ട്രൈ ചെയ്യുമായിരുന്നു എന്ന്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വരുന്ന വരി, ദെൻ ഓവർ ദ ലാൻഡ് ആൻഡ് സീ ബ്രോഡ്കാസ്റ്റ്. അത് ഓപ്പൺ ചെയ്തിട്ടില്ല. ഇറ്റ് വുഡ് ഓപ്പൺ, ഐ നോ ഫോർ മീ. എനിക്ക് വേണ്ടി ആ പെട്ടി തുറക്കും അല്ലേ, എനിക്കറിയാം ആ പെട്ടി തുറക്കുമെന്ന്. ദെൻ അതെന്ത് ചെയ്യും? ഞാൻ എവിടേക്കത് ബ്രോഡ്കാസ്റ്റ് ചെയ്യും? കരയുടെ മേളിലും കടലിൻ്റെ മേളിലും അവിടെയുള്ള എല്ലാവരും സന്തോഷിക്കാൻ വേണ്ടിയിട്ട് ബ്രോഡ്കാസ്റ്റ് ചെയ്യും. എന്താ ബ്രോഡ്കാസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോൺ വഴി നമ്മൾ ഒരു വീഡിയോ ഒക്കെ കണക്ട് ചെയ്ത് കാണും അല്ലേ. ഫോണിലുള്ള വീഡിയോസ് ബിഗ് സ്ക്രീനിലേക്ക് ആക്കാൻ വേണ്ടി നമ്മൾ ചിലപ്പോൾ ടി വിയിലേക്ക് കണക്ട് ചെയ്ത് കാണും, അല്ലെങ്കിൽ പ്രൊജക്ടറിലേക്ക് കണക്ട് ചെയ്ത് കാണും. അതിനെയാണ് ബ്രോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമ്മളുടെ ഉള്ളിലുള്ള സന്തോഷം വലിയ ബ്രോഡ്കാസ്റ്റായിട്ട് കടലിൻ്റെ മേളിലും കരയുടെ മേളിലൊക്കെ ഇങ്ങനെ തെളിച്ച് കാണിക്കും എന്നാണ് പറയുന്നത്. ഐ ഹാർഡ് സ്കാറ്റർ ദ സ്മൈൽസ് ടു പ്ലേ ദാറ്റ് ദ ചിൽഡ്രൻസ് ഫേസ് മൈറ്റ് ഹോൾഡ് ദം ഫാസ്റ്റ്. അവിടെ എന്താ പറയുന്നത്? എല്ലാ കുട്ടികളും കളിക്കാനും അവരുടെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കാനും വേണ്ടിയിട്ട് നമ്മുടെ കവി ആ പുഞ്ചിരിപ്പെട്ടി തുറന്നിട്ട് പുഞ്ചിരി വിതറും എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഫോർ മെനി മെനി ഡേയ്സ് അല്ലേ, മെനി ആൻഡ് മെനി എ ഡേ എന്നാണ് പറഞ്ഞേക്കുന്നത്. ഒരുപാട് നാൾ കുട്ടികൾ ആ പുഞ്ചിരിപ്പെട്ടി തുറന്ന്, കുട്ടികളുടെ പുഞ്ചിരി കാണാൻ നല്ല രസമല്ലേ, അങ്ങനെ ചിരിച്ചുകൊണ്ടേയിരിക്കും എന്ന് പറയാണ്. പല ദിവസങ്ങളിലും നമ്മുടെ കവി ആ പുഞ്ചിരിപ്പെട്ടി തുറന്ന് കുട്ടികൾക്ക് പുഞ്ചിരി വിതറും. പിന്നെ എന്താ പറഞ്ഞേക്കുന്നത്? ഇഫ് ഐ ന്യൂ എ ബോക്സ് ദാറ്റ് വാസ് ലാർജ് ഇനഫ് to hold all the frowns I meet, I would gather them everyone from nursery, school and street. കവി പറഞ്ഞിരിക്കുകയാണ്, നേഴ്സറിയിലും സ്കൂളിലുമുള്ള കുട്ടികളുടെയൊക്കെ അവരൊക്കെ നെറ്റി ചുളിച്ചല്ലേ, നെറ്റി ചുളിച്ചുകൊണ്ട്, ഫ്രോൺസിന് മീൻസ് നെറ്റി ചുളിക്കുക എന്നാട്ടോ. നെറ്റി ചുളിച്ച് കുട്ടികളെയൊക്കെ കാണും. കുഞ്ഞു കുട്ടികളല്ലേ, ഭയങ്കര ക്യൂട്ടല്ലേ, അവരെയൊക്കെ നെറ്റി ചുളിച്ച് കണ്ടിട്ട് എന്തു ചെയ്യും? ആ ബോക്സിലുള്ള ലാർജായിട്ടുള്ള ആ ബോക്സിലുള്ള പുഞ്ചിരിയൊക്കെ അവർക്കും കൊടുക്കും അല്ലേ. അവരെപ്പോഴും കരച്ചിലായിരിക്കും. നഴ്സറിയിലെ കുട്ടികളൊക്കെ ഭയങ്കര കരച്ചിലായിരിക്കില്ലേ. അപ്പോൾ ആ കുട്ടികൾക്കും നമ്മുടെ കവി പുഞ്ചിരി നൽകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ, സന്തോഷം കൊടുക്കും. പിന്നെ വരുന്ന വരി ഏതാ? ദെൻ ഫോൾഡിങ് ആൻഡ് ഹോൾഡിങ് ഐ ഹാർഡ് പാക്ക് ദം ഓൾ ആൻഡ് ടേൺ ദ മോൺസ്റ്റർ കീ. അതിനുശേഷം അത് ഫോൾഡ് ചെയ്ത് അടച്ച് പൂട്ടി സൂക്ഷിച്ച് ശേഖരിച്ച് വയ്ക്കും. എന്നിട്ടോ മോൺസ്റ്റർ കീ ഇട്ടല്ലേ. മോൺസ്റ്റർ കീ എന്ന് പറഞ്ഞാൽ എന്താണ് മോൺസ്റ്റർ? ഒരുപാട് ശക്തിയുള്ള മനുഷ്യനല്ലാത്തൊരു രാക്ഷസനല്ലേ. ഈ രാക്ഷസൻ്റെ
കീ വെച്ച്, രാക്ഷസ കീ എന്ന് പറഞ്ഞാൽ എന്താ, അതിന് ശക്തി ഉണ്ടാവും, നമുക്ക് തുറക്കാനേ പറ്റത്തില്ല. അങ്ങനത്തെ ഒരു കീ വെച്ചിട്ട് അതെന്ത് ചെയ്യും, അടച്ച് പൂട്ടി ഭദ്രമായിട്ട് സൂക്ഷിക്കും. And here again to drop the box to the depth of the deep sea. എന്നിട്ട് എന്ത് ചെയ്യും, ആ സന്തോഷത്തിൻ്റെ പെട്ടി, ആ മോൺസ്റ്റർ താക്കോലിട്ട് പൂട്ടിയ ആ പെട്ടി എന്ത് ചെയ്യും, കടലിൻ്റെ ആഴങ്ങളിൽ, നമുക്ക് പെട്ടെന്നൊന്നും എടുക്കാൻ പറ്റില്ല അല്ലേ, കടലിൻ്റെ ആഴങ്ങളിൽ കൊണ്ടുപോയി ഇടും. അത് ഇടാൻ വേണ്ടി ആരെയാണ് പറഞ്ഞു വിടുന്നത്, ഒരു വലിയ ആളെ തന്നെ അല്ലേ, ഒരു വലിയ ആളെ തന്നെയാണത് പറഞ്ഞു വിടുന്നത്. ഭയങ്കര ശക്തിയുള്ളൊരു ഒരു ഭീമനെയാണ് പറഞ്ഞു വിടുന്നത്, അത് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ സന്തോഷപ്പെട്ടി എല്ലാവർക്കും വേണ്ടി തുറന്നു കൊടുത്ത് അത് കുഞ്ഞുങ്ങളുടെ മനസ്സിലും കരയിലും കടലിലും എല്ലാം ബ്രോഡ്കാസ്റ്റ് ചെയ്ത്, എല്ലാവർക്കും കാണാൻ പാകത്തിന് ബ്രോഡ്കാസ്റ്റ് ചെയ്ത് ആ പെട്ടി എന്ത് ചെയ്യും, വലിയൊരു മോൺസ്റ്റർ കീയിട്ട് പൂട്ടി കടലിൻ്റെ ആഴങ്ങളിൽ ഭീമനെ പറഞ്ഞു വിട്ട് സൂക്ഷിക്കും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ വൈമാൻ, അതാണ് കവി കേട്ടോ, എഴുത്തുകാരൻ്റെ പേര് കേട്ടോ, മൗഡ് വൈമാൻ എഴുതിയിരിക്കുന്നത്. കുട്ടികൾക്ക് വേണ്ടി അവരുടെ സന്തോഷത്തിന് വേണ്ടിയുള്ളൊരു കവിതയാണ്. കുഞ്ഞുങ്ങളെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ശ്യാമാസ് അക്കാഡമി ഓൺലൈൻ ട്യൂഷൻ ടീച്ചർ നടത്തുന്നുണ്ട്. താഴെയുള്ള നമ്പറിൽ ആവശ്യമുള്ള കുട്ടികളെ കോൺടാക്റ്റ് ചെയ്താൽ, ടീച്ചർ കഴിഞ്ഞ വീഡിയോയിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞിരുന്നു. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ ബൈ.